നമ്മൾ ഗ്ലോബൽ വില്ലേജ് ആണല്ലോ, ഗ്ലോബലൈസ്ഡ് വേൾഡ്. സ്വാഭാവികമായിട്ട് എവിടെ യുദ്ധം നടന്നാലും നമ്മുടെ വീട്ടിൽ യുദ്ധം നടക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പോൾ അറിഞ്ഞു തുടങ്ങി യുദ്ധം അതിൽക്കലല്ല, അടുക്കള വരെ എത്തി, ഗ്യാസ് ഒന്നും കിട്ടാനില്ല. ഇപ്പോൾ നമ്മളെ കോഴിക്കോട് ഇഫ്താറുകളെല്ലാം ക്യാൻസൽഡ് ആണ് എല്ലാ ഹോട്ടലിലും. എവിടെ ഇപ്പോൾ പോയ ഇഫ്താർ ഇല്ല, കാരണം ഗ്യാസിൻ്റെ ഷോർട്ടേജ് ആണ്, അല്ല അതിൻ്റെ പ്രൊജക്റ്റ് ഷോർട്ടേജ് ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഈ വേൾഡ് പൊളിറ്റിക്സ് മാറിക്കൊണ്ടേയിരിക്കും. അതിന് ദിവസങ്ങളുടെ സമയം മതി മൊത്തം കഥകൾ മാറാൻ. സം ഡീക്കേഡ്സിൽ ഡേയ്സ് വിൽ ഹാപ്പൻ, ഇൻ സം ഡേയ്സ് ഡീക്കേഡ്സ് വിൽ ഹാപ്പൻ എന്നാണ് ലെനിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് പൊളിറ്റിക്സിൻ്റെ സ്വഭാവം. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ കാണുന്ന ആൾക്കാരോട് പറയാനുള്ളത്, ഇതൊക്കെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇറാനെ കുറിച്ചാണെങ്കിലും ഇസ്രായേലിനെ കുറിച്ചാണെങ്കിലും അമേരിക്കനെ കുറിച്ചാണെങ്കിലും മിഡിൽ ഈസ്റ്റിനെ കുറിച്ചാണെങ്കിലും. ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം, നമ്മൾ അതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ അവിടുത്തെ ആൾക്കാരെ കുറിച്ചുള്ള രൂപം വെച്ചിട്ട് എന്ത് ചെയ്യരുത്, യുദ്ധത്തെ വിലയിരുത്തരുത്. പിന്നെ യുദ്ധം വന്നു കഴിഞ്ഞാൽ നിയമങ്ങളൊക്കെ വ്യത്യസ്തമാണ്. നമ്മളീ പറയുന്ന മൊറാലിറ്റിയും എത്തിക്സും അതുപോലെ തന്നെ മാനവികതയൊന്നും ചിലപ്പോൾ എന്തുണ്ടാവില്ല, യുദ്ധമുഖത്ത് ഉണ്ടാവില്ല. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലയിൽ എല്ലാ യുദ്ധങ്ങളും മോശമാണ്, ഓൾ വാർ ഷുഡ് സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി എന്നുള്ള ഒരു നിലപാടാണ് ഏറ്റവും നല്ലത്. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ എൻ്റയർ എക്കോണമി, കേരള ഈസ് റെമിറ്റൻസ് എക്കോണമി. നമ്മളെ GDP എനിക്ക് തോന്നുന്നത് എത്ര വലിയൊരു ശതമാനം റെമിറ്റൻസ് തന്നെയാണ്. പിന്നെ നമ്മുടെ NRI അക്കൗണ്ട് കിടക്കുന്നത് 3 ലക്ഷം കോടി രൂപയാണ് NRI അക്കൗണ്ട്സിൽ കിടക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫ് നമുക്ക് തന്നിട്ടുള്ള ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ ഈ ബന്ധം നമുക്ക് തന്നിട്ടുള്ള ഒരു സംഗതിയാണ്. ഇപ്പോൾ ഗൾഫ് അണ്ടർ ത്രെട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ അവിടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് പറഞ്ഞു, റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ലോകം മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, അത് റിലേ ചെയ്യുന്നത് ദുബായ് എന്ന് പറഞ്ഞ പ്ലേസിൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, ഗ്രോത്ത് എന്നുള്ള പ്രോസ്പെക്റ്റിലാണ്. അപ്പം അത് ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആ മാർക്കറ്റിനെ ബാധിക്കും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, അങ്ങനെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. ഇപ്പോൾ ഓയിലിൻ്റെ പ്രശ്നം, ഓയിലും പിന്നെ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ കോഴിക്കോട് എടുക്കുക, കോഴിക്കോട് ഒരുപാട് കമ്പനികൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസൊക്കെ അവിടെ ക്ലയൻസ് ഉള്ളവരാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിലുള്ള കമ്പനികൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ബാധിക്കും. പിന്നെ അത് യുദ്ധം പോലെ ഇരിക്കും. ഇപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും തീരുമാനത്തിനനുസരിച്ച്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ യുദ്ധം പെട്ടെന്ന് തീരണമൊന്നും ഉണ്ടാവില്ല, കാരണം പെട്ടെന്ന് തീർന്ന ഇറാൻ തൂക്കുക എന്നുള്ളത് അതിനകത്തൊരു ഔട്ട്കം വരാനുള്ളൂ. US-നെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് യുദ്ധം തീർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. കാരണം അവർ അലൈസ് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് മൊത്തം സ്പൂക്ഡാണ്. ഇപ്പോൾ UAE ആണെങ്കിലും സൗദി ആണെങ്കിലും ഒമാൻ, ബഹ്റൈൻ, ഖത്തർ, എല്ലാവർക്കും പെട്ടെന്ന് തീരണം. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ഡൈനാമിക്സ്. പിന്നെ മറ്റ് പ്ലേയേഴ്സ് ഉണ്ട്, ചൈനയും റഷ്യയൊക്കെ കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് അമേരിക്ക അവര് മുഴുവനായി ചിലപ്പോൾ മുന്നോട്ട് വരില്ല. വൈ ഫൈറ്റ് അനദർ വാർ എന്നുള്ളതായിരിക്കും. ഇപ്പോൾ റഷ്യ യുക്രൈനിൽ ഓൾറെഡി അവർ ഇതാണ്. പിന്നെ അമേരിക്കനെ ബാങ്ക്രപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ.